لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ ഇസ്ലാമിനോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തിയ ഒരു വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് യഹൂദികളായിരുന്നു. ഒരു ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ യഹൂദികൾ ഇസ്ലാമിന്റെ ശത്രുക്കളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിച്ചു എന്നത് തന്നെയായിരുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ബനു ഇസ്രായേലിലാണല്ലോ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരൊക്കെ അല്ലാഹു നിയോഗിച്ചത്. തങ്ങളുടെ ഗോത്രത്തിലും കുടുംബത്തിലും തന്നെയാണ് അവസാന പ്രവാചകൻ വരിക എന്ന പ്രതീക്ഷയായിരുന്നു അവർക്ക്. പക്ഷേ ഇസ്മാഈലി കുടുംബത്തിൽ മുഹമ്മദ് നബിയെ അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് വലിയ പ്രയാസമായി. അവർ ഉറപ്പിച്ചിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നബി വരുന്നു. മുശ്രിക്കുകളുമായി യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തോറ്റാൽ അവർ പറയും, ഇല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളിൽ വരാൻ അവസാനത്തെ കാലത്ത് വരാനുള്ള പ്രവാചകൻ വരാനുണ്ട്. ആ നബി വന്നാൽ ആ പ്രവാചകന്റെ കൂടെ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ജയിക്കും. ഖുർആൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വക്കാലോ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ എന്ന് പറഞ്ഞു. ശരികളോട് ഞങ്ങൾ വിജയിക്കുമെന്ന് അവർ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ ഖുർആൻ സൂചിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഏതായാലും പ്രവാചകൻ വന്നു. പ്രവാചകൻ മദീനയിൽ എത്തിയപ്പോൾ മദീനയിലായിരുന്നു കൂടുതൽ യഹൂദികൾ ഉണ്ടായിരുന്നത്. മക്കയിൽ യഹൂദികളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. പ്രവാചകന്റെ കൂടെ ആളുകൾ കൂടി വരുന്നത് കണ്ടപ്പോൾ അവർക്ക് പ്രവാചകനെ നേർക്കുനേരെ എതിരിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞെക്കിക്കൊല്ലാൻ കഴിയാത്ത ഇടത്ത് നക്കിക്കൊല്ലുക എന്നൊരു സമീപനമുണ്ടല്ലോ, അതാണ് പിന്നീട് മുനാഫിക്കുകളുടെ രൂപത്തിൽ ജൂതന്മാർ നിർവഹിച്ചു വന്നത്. പക്ഷെ അത് പലപ്പോഴും പൊളിയുകയും ഖുർആൻ ഇറങ്ങി അവരെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ അവരുടെ തനിനിറം പുറത്ത് കാണിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണാം. മദീനയിൽ പ്രവാചകൻ ചെന്ന ഉടനെ മദീനയിലെ ജൂതന്മാരുമായി ഒരു കരാറൊക്കെ ഉണ്ടാക്കിയിരുന്നു. മദീന ചാർട്ടർ എന്ന പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, നമുക്കൊരു പൊതുധാരണയിലെത്താമെന്നുണ്ട്. പക്ഷെ ഈ ധാരണകളൊക്കെ അവർ ലംഘിച്ച് ചതിക്കുകയായിരുന്നു പലപ്പോഴും അവർ ചെയ്തിരുന്നത്. അത് അവരുടെ ഒരു ജന്മ സ്വഭാവമായിട്ട് അവർ നിലനിർത്തിയിരുന്നത്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിനെതിരെ ശക്തമായ രംഗത്ത് വന്ന ഈ ജൂതന്മാരുടെ പിൻഗാമികളാണ് സത്യത്തിൽ പിന്നീട് ഷിയാക്കൾ എന്ന രീതിയിൽ രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. നബി മരിച്ചപ്പോൾ സഹാബിമാർക്ക് ആരെ ഖലീഫയായി തെരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നബിക്ക് പ്രയാസം രോഗമുണ്ടായിരുന്ന സമയത്തൊക്കെ നബിയുടെ സ്ഥാനത്ത് നിർത്തിയിരുന്നത്, ഇമാമക്കാക്കി നിർത്തിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ നബി മരിച്ചപ്പോൾ ഒന്നാം ഖലീഫ അല്ലെങ്കിൽ അടുത്ത ഖലീഫ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത് ആരാണ് എന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ സഹാബിമാർക്ക് കാര്യമായ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അബൂബക്കർ റളിയല്ലാഹുവിനെ ഇമാമായിട്ട് അല്ലെങ്കിൽ ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു 2.5 വർഷത്തോളമാണ് ഭരണം നടത്തുന്നത്. അപ്പോഴേക്കും അദ്ദേഹം നടന്നത്. പിന്നീട് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹുവിനാണ്. ഉമർ റളിയല്ലാഹു എന്തുകൊണ്ടും അതിന് യോഗ്യനായിരുന്നു. പ്രവാചകൻ തന്നെ ഒരിക്കൽ രണ്ടാമൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ശക്തി പകരണേ എന്ന് പ്രാർത്ഥിച്ച ഉമറാണ്. ഉമറിന്റെ ധീരതയും ഇടപെടലും ഒരു ലീഡർ എന്നുള്ള നിലക്ക് എത്രമാത്രം കഴിവുള്ളവനാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ അതിലാർക്കും തർക്കമുണ്ടായിട്ടില്ല.
ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിനെയാണ് ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അല്പം ശാന്തനായി, അല്പം ഒരു വേണമെങ്കിൽ പറഞ്ഞ ഒരു സ്വാത്വികനായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന യമനിൽ നിന്ന് വന്ന ഒരു ജൂതൻ, അദ്ദേഹം മുസ്ലിമായി അഭിനയിച്ചിട്ട് മദീനയിൽ വരികയാണ്. എന്നിട്ട് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് പല വാദങ്ങളും മുന്നോട്ട് വെക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പ്രവാചകന്റെ മരുമകൻ അലി റളിയല്ലാഹു അൻഹുവിന് ഭരണം വേണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിക്കുല്ലി നബിയിൻ വസിയ്യും, എല്ലാ നബിമാർക്കും ഒരു വസി ഉണ്ടാവും. ഇപ്പോ പിന്നെ മൂസാ നബിക്ക്, അതേപോലെ തന്നെ ദാവൂദ് നബിക്ക് സുലൈമാൻ നബി ഒക്കെ വസിയായിരുന്നു. അതുപോലെ തന്നെ മൂസാ നബിയുടെ പിന്നെ വസിയായിരുന്നു യൂഷ ബിൻ നൂൻ എന്നൊക്കെ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വ്യാജ ഹദീസ് പ്രവാചകൻ തന്നെ അദ്ദേഹം ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. ലിക്കുല്ലി നബിയിൻ വസിയ്യുൻ വ അലിയ്യുൻ വസിയ്യി, നബി പറഞ്ഞതായിട്ട് എല്ലാ നബിമാർക്കും തനിക്ക് ശേഷം ആരായിരിക്കണം ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് ആ നബിമാരെ തന്നെ വസിയത്ത് ചെയ്യും. അങ്ങനെ ഒരു വസിയ ഉണ്ടാവും. അലിയാകുന്നു ഞാൻ വസിയത്ത് ചെയ്യുന്ന എൻ്റെ പിൻഗാമി എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം അദ്ദേഹം എങ്ങനെ ആളുകൾക്കിടയിൽ അഴിച്ചുവിടാൻ തുടങ്ങി. അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചില പോരായ്മകൾ അല്ലെങ്കിൽ കുറവുകൾ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ എതിരെ കുറെ പിന്നെ ആരോപണങ്ങൾ അദ്ദേഹം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രത്യക്ഷത്തിൽ തോന്നിയാൽ അത് കേട്ടാൽ തോന്നാൻ ശരിയാണല്ലോ. അദ്ദേഹം അത് മദീനയിലെ ചില ആളുകളോട് പറയുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ അദ്ദേഹം അപ്പോഴേ കുറച്ച് അനുയായികളെ സൃഷ്ടിച്ച് ഈജിപ്ത്, അതുപോലെ തന്നെ സിറിയ, യമൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ പ്രവാചകന് ശേഷം ഇസ്ലാമിക ഭരണം നടത്തേണ്ടത് അലിയാണ് എന്നുള്ളൊരു പ്രചരണം തുടങ്ങിയിരുന്നു. അദ്ദേഹം അതിനുള്ള ഏജന്റുമാരെയൊക്കെ നിശ്ചയിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ ഇങ്ങനെ പ്രചരണം നടത്തിയിരുന്നു. മദീനയിലും അദ്ദേഹം ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു ഉഹുദ് യുദ്ധത്തില് നബിയുടെ കൂടെ നിൽക്കാതെ ഓടിയ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കരാറിൽ പ്രവാചകന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു ശരിയായ ഒരു നേതാവായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രചരണം നടത്തുന്നത്. ഇത് ഈജിപ്ത് വരെ എത്തിയിരുന്നു എന്ന്. ഈജിപ്തിൽ നിന്ന് ഒരാള് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവസാനം മക്ക വരെ സഞ്ചരിച്ചിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമറിനെ കാണുന്നുണ്ട്. അദ്ദേഹം ഇബ്നു ഉമറിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല. ഉഹുദ് യുദ്ധത്തില് പിന്നെ പ്രവാചകനെ വിട്ടൊഴിഞ്ഞു പോയ കൂട്ടത്തില് അദ്ദേഹം ഉണ്ട്. ബൈഅത്തുൽ റിദ്വാനിൽ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം വന്ന ആൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ബോധ്യമായി, ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. അപ്പൊ അബ്ദുല്ലാഹി ഉമർ അദ്ദേഹത്തെ വിളിച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ചില കാര്യങ്ങളും കൂടി അറിയണം. ബദർ യുദ്ധത്തിൽ ഉസ്മാൻ റളിയല്ലാഹു പങ്കെടുക്കാതിരുന്നത് നബിയുടെ മകൾ കൂടിയായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ റുഖിയ രോഗിയായി കിടക്കുകയായിരുന്നു. റസൂൽ പറഞ്ഞതാണെന്ന് ഉസ്മാനോട് നീ യുദ്ധത്തിൽ വരണ്ട, ഭാര്യ നോക്കി അവിടെ നിർത്തിയിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ പരന്നപ്പോ നബി യുദ്ധം നിർത്തി എന്നൊക്കെ കേട്ടപ്പോ ഉസ്മാൻ റളിയല്ലാഹു മാത്രമല്ല ഒട്ടുമിക്ക സഹാബികളും ആ യുദ്ധരംഗത്ത് പിന്മാറിപ്പോയിട്ടുണ്ട്. രണ്ട് സഹാബിമാർ മാത്രം നബിയുടെ കൂടെ നിന്ന് അവസരം ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു മാത്രമല്ല. ഇനി ബൈഅത്തുൽ റിദ്വാനിൽ ഉസ്മാൻ റളിയല്ലാഹു കൈ പിടിച്ച് നബിയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാതിരുന്ന ബൈഅത്തുൽ റിദ്വാൻ എന്ന് പറഞ്ഞാൽ നബിയും സഹാബത്തൊക്കെ പാടെ കുറെ നബിയിലോ മദീനയിലോ കുറെ ആളുകളൊക്കെ പാടെ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരിക. ഹിജറ 8 മുമ്പാണ്. അപ്പോ
അപ്പൊ വഴിയിൽ വെച്ചിട്ട് അവർ തടഞ്ഞു, നിങ്ങൾക്ക് വരാൻ പറ്റില്ല. നബി പറഞ്ഞു ഞങ്ങള് ഉംറ ചെയ്ത് തിരിച്ചു പോകും, വേറെ പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇവിടെ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കൊണ്ട് സംഭവിക്കൂല. അവസാനം നബി ഒരു ദൂതനെ വിട്ടു മുശ്രിക്കുകളുടെ, മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാരോട് ചർച്ച ചെയ്യാൻ. ഞങ്ങളുടെ ലക്ഷ്യത്തിലേ ഉള്ളൂ ഉംറ ചെയ്യാൻ തിരിച്ചു പോകുക. പക്ഷെ ആ ദൂതൻ വരാൻ വൈകിയപ്പോ മദീനയിൽ പ്രചരണം നടന്നു, ആ ദൂതനെ കൊന്നു എന്നൊരു പ്രചരണം നടന്നു. അപ്പൊ അന്നത്തെ പോലെ പിന്നെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ലാത്ത സമയമാണല്ലോ. അപ്പൊ നബിയും സഹാബ അവിടെ കൂടെയുള്ളവരും നബിയുടെ കൈ പിടിച്ച് ഒരു ബയ്യത്തിയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ നിന്ന് മക്കൾക്കാർക്കെതിരെ എന്ത് പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ബയ്യത്തി. ഉസ്മാനില്ല, കാരണം ഉസ്മാനില്ലാവരെയാണ് നബി ദൂതനായിട്ട് മക്കയിലേക്ക് പറഞ്ഞിട്ടുള്ളത്. ആ ദൂതൻ കൊല്ലപ്പെട്ടു എന്നുള്ള കിംവദന്തിയെ പറഞ്ഞിട്ടുള്ളത്. ഉസ്മാനില്ലാവരോട് അല്ലാതെ എങ്ങനെ ബയ്യത്ത് ചെയ്യാൻ? ഇതാണ് സത്യാവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ കുറെ കഥകൾ പറഞ്ഞിട്ടാണ് ഉസ്മാനില്ലാവിന്റെ എതിരെ ഇവര് രംഗത്ത് വന്നത്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖ് എന്ന് പറയുന്ന ജൂതനാണ് ഇതിന്റെ മുന്നിൽ നടന്നത്. അങ്ങനെ ഉസ്മാനില്ലാവിനു മരണപ്പെട്ടു. ഉസ്മാനില്ലാവ് മരണപ്പെടുന്നത് തന്നെ ഇവരുടെ കളികളാണ്. ഇദ്ദേഹം പിന്നെ ഈജിപ്തിൽ നിന്നും അതേപോലെ തന്നെ യമനിൽ നിന്നും ഒക്കെ പിന്നെ ഇദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ പിന്നെ ഉസ്മാനില്ലാവിനെതിരെ നിരന്തര പ്രചരണങ്ങൾ നടത്തുകയാണ്, വ്യാജ പ്രചരണങ്ങൾ. എത്രത്തോളം അബ്ദുല്ലാഹി ഇബ്നു സബഖ് ഒരുപാട് വ്യാജ കത്തുകൾ അയക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ ഉസ്മാനില്ലാവിനെ കുറ്റം പറഞ്ഞു. ആരുടെ പേരിലൊക്കെ കത്തയച്ചത്? ആയിഷ റളിയല്ലാഹുവിന്റെ പേരിലാണ്. ആയിഷ റളിയല്ലാഹു അറിഞ്ഞിട്ട് പോലുമില്ല. ആയിഷ റളിയല്ലാഹു എഴുതുന്നത് പോലെ ഉസ്മാനില്ലാവിന്റെ മരണം മോശമാണ്, ഭരണം വളരെ മോശമാണ്, അതുകൊണ്ട് തന്നെ പിന്നെ ഭരണമാറ്റം ആവശ്യമാണ്, അലി റളിയല്ലാഹു ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്മാനില്ലാവിനെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് കത്തുകൾ വിവിധ പ്രദേശങ്ങളിലേക്ക് അയക്കുകയും ഇദ്ദേഹത്തിന്റെ ഏജന്റുകൾ അവിടെയൊക്കെ പ്രചരണം നടത്തുകയും ചെയ്തതിന്റെ പിന്നെ അനന്തരഫലമായിട്ടാണ് കുറെ ആളുകൾ മദീനയിലേക്ക് വരുന്നത്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബന്റെ അനുയായികൾ അബ്ദുല്ലാഹി ഇബ്നു സബനെ അന്നത്തെ ഗവർണർമാർക്ക് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ ഉസ്മാൻ റളിയല്ലാഹു പിന്നെ സിറിയയിൽ നിശ്ചയിച്ച ഗവർണറായിരുന്നു അന്ന് മുആവിയ. അന്ന് വലിയൊരു സൈന്യത്തെ ശേഖരിക്കുന്നുണ്ട്. ഒരു പിന്നെ റോമക്കാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ഒരു കപ്പൽപ്പട സജ്ജീകരിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖ് അതിലിടപെട്ടു. അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ള ചില സഹാബിമാരുടെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, ഈ പൊതുഖജനാവിനെ സ്വത്തെടുത്തിട്ട് മുആവിയ അവിടെ പിന്നെ ഒരു വലിയ കപ്പൽപ്പട ഉണ്ടാക്കുന്നു, കപ്പൽപ്പട രൂപീകരിക്കാൻ പോകുന്നു. ഈ പൊതുജനാവിനെ സ്വത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു സബഖിന്റെ ലക്ഷ്യത്തെ എന്ന് വെച്ചാൽ റോമൻ പട മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ കഴിയരുത്. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി. അതിൽ ചില സഹാബിമാർ പിന്നെ എന്താ പറയാ അബൂദറുൽ അഫ്ഫാരിയെ പോലെയുള്ള സഹാബിമാരൊക്കെ പിന്നെ വിട്ടുപോയി എന്നുള്ളത് കൂടി ചരിത്രത്തിൽ കാണാൻ കഴിയും. ഡമസ്കസിൽ അദ്ദേഹം അതിനെ അനുകൂലിച്ചത് ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖിന്റെ വാദത്തിന് അനുകൂലിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ആമിർ എന്ന് പറയുന്ന മറ്റൊരു ഗവർണർ ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇത് എവിടുന്ന് വന്നതാണ്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ റജുലുൻ മിൻ അഹ്ലിൽ കിതാബ് റഗിബ ഫിൽ ഇസ്ലാം വറഗിബ ഫി ജിവാരിക് എന്നാണ്. ഞാൻ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളാണ്, പക്ഷെ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു വന്നവരാണ്. മാത്രമല്ല നിങ്ങളുടെ സാമീപ്യം എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ടിട്ട് അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഈ ഇബ്നു സബഖിന്റെ ആളുകൾ ആണ് ഹിജ്റ 35 ഒരു ഹജ്ജിന്റെ സീസണില് മദീനയിൽ നിന്ന് ആളുകളൊക്കെ ഹജ്ജിന് പോയിരുന്നു. പ്രധാനപ്പെട്ട സഹാബിമാരൊക്കെ ഹജ്ജിന് പോയിരിക്കുന്നു. കുറെ ആളുകൾ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി പോയിരുന്നു. മൊത്തത്തില് മദീന കാരിയായി എന്ന് പറയാവുന്ന സമയത്താണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ മദീനയിലേക്ക് വരുന്നത്. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് വളയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് വളഞ്ഞ് ദിവസങ്ങളോളം വീട് വളഞ്ഞ് വെള്ളം പോലും കൊടുക്കാതെ ക്രൂരമായി ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തുകയാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖിന്റെ ടീം ചെയ്തത്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബഖ് ആണ് ഉസ്മാൻ റളിയല്ലാഹുവിന് ഒരു കൊന്നു അവസാനം. പിന്നെ അലി റളിയല്ലാഹുവിന്റെ ഭരണത്തിലെത്തിയപ്പോ അപ്പോഴും പ്രശ്നം ഉണ്ടാക്കി തന്നെ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാതകനെ പിടിക്കാതെ അലി റളിയല്ലാഹുവിന്റെ ഭരണത്തിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. അലി
അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഈ അബ്ദുല്ലാഹി ഇബ്നു സബ പ്രചരിപ്പിച്ചത് അതിനേക്കാൾ വിചിത്രവാദമായിരുന്നു. ഒരുപാട് പുതിയ പുതിയ വാദങ്ങൾ അദ്ദേഹം ആളുകൾക്കിടയിൽ ഇങ്ങനെ കുത്തിച്ചേർത്തു. ഒന്ന് പറഞ്ഞത് നബി മരിച്ചിട്ടുള്ള, നബി അപ്രത്യക്ഷനായിട്ടുള്ളൂ, നബി തിരിച്ചു വരുമെന്ന് പ്രചരിപ്പിച്ചു. അദ്ദേഹം അതിന് ന്യായം പറഞ്ഞത് ഈസാ നബി വരുമെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ മുഹമ്മദ് നബി അതിനേക്കാൾ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി വരില്ല എന്ന് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈസാ നബി മുഹമ്മദ് നബി വരും എന്നൊരു വാദം പ്രചരിപ്പിക്കണം. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിനെ കുറിച്ച് അതിനേക്കാൾ വലുതാണ് അദ്ദേഹത്തിന് പ്രചരിപ്പിച്ചത്. അലി റളിയല്ലാഹു ദൈവമാണ്, അള്ളയാണ്, പടച്ചോനാണ് എന്നുവരെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അപ്പുറത്തെ കുറെ അനുയായികളുടെ സബദിയാക്കൾ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നത് അബ്ദുല്ലാഹി സബയുടെ അനുയായി. അദ്ദേഹം നേരിട്ടിട്ട് ഈ അബ്ദുല്ലാഹി സബ എന്ന് പറയുന്ന ജൂതൻ നേരിട്ട് അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, ഹുവ അന്ത എന്ന് പറയും, അവൻ താങ്കൾ തന്നെയാണ്. അപ്പൊ അലി റളിയല്ലാഹു ആരാണ് ഈ അവൻ? അള്ളാഹ്. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെയാണ്, താങ്കൾ അള്ളയും ഞാൻ നബിന്ന അബ്ദുല്ലാഹി സബ പറഞ്ഞു. ഇത് കേട്ടേക്ക് അലി റളിയല്ലാഹു പറഞ്ഞ വാചകമുണ്ട്, വൈലക്, എടോ നാശം പിടിച്ചവനെ, നിന്റെ വാക്ക് കേട്ട പിശാച് പോലും നിന്നെ പരിഹസിക്കുന്ന അത്രമാത്രം കടുത്ത ഭാഷയിൽ അലി റളിയല്ലാഹു അതിനെ പ്രതികരിച്ചു. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സബയ്യാക്കളുടെ മനസ്സ് അലി റളിയല്ലാഹു ദൈവമാണ് എന്നിടത്തേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അവരും അലി ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തന്റെ കൂടെയുള്ള കുബർ എന്ന് പറയുന്ന ഒരു അനുയായിയോട് പറഞ്ഞു, ഒരു കുറച്ച് തീ കത്തിച്ചിട്ട് ഈ ആൾക്കാരെ കാലിക്കൊണ്ടേ പിടിച്ചിട്ട് വേണ്ടത്. അപ്പൊ അവർ പ്രഖ്യാപിച്ചു, ഇപ്പൊ ഞങ്ങൾ ഉറപ്പായി അലി പടച്ചോൻ തന്നെയാണ്, കാരണം നരകത്തിൽ ഇടുന്നത് പടച്ചോനാണല്ലോ, ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി. അത്രമാത്രം വിശ്വാസപരമായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു വൈകല്യം സംഭവിച്ച ഒരു വിഭാഗമാണ് അലി റളിയല്ലാഹു. അബ്ദുല്ലാഹി ഇബ്നു സബ എന്നിട്ട് അവിടുന്ന് ഇറാഖിലെ മദായിലേക്ക് നാട് കടത്തി. പക്ഷെ നാട് കടത്തി അവിടെ ചെന്നാലും മൂപ്പരെ ഈ പണി തുടങ്ങി. ഇസ്ലാമിനെയും മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഒരുപാട് ഫിത്നകളുമായിട്ട് അലി റളിയല്ലാഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഈ അബ്ദുല്ലാഹി ഇബ്നു സബ അലി റളിയല്ലാഹു മരിച്ചിട്ടൊന്നുമില്ല, അലി റളിയല്ലാഹുവിന്റെ തലച്ചോറ് നിങ്ങൾ ഒരു 70 തളികളിലാക്കി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാലും അലി റളിയല്ലാഹു മരിച്ചു എന്ന് ഞാൻ ആഗ്രഹിക്കൂല, ഞാൻ അംഗീകരിക്കൂല. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ അനീതി നിറഞ്ഞ ലോകത്ത് നീതി നിറക്കാതെ അലി റളിയല്ലാഹു മരിക്കൂല. അവിടെ അലി റളിയല്ലാഹു അപ്രത്യക്ഷമായിരിക്കുകയാണ്, അലി റളിയല്ലാഹു തിരിച്ചു വരും, ആകാശത്തിന് മേഘത്തിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് അലി റളിയല്ലാഹു. അലി റളിയല്ലാഹുവിന്റെ ചിരിയാണ്, പുഞ്ചിരിയാണ് മിന്നലായിട്ട് നമ്മൾ കാണുന്നത് എന്നൊക്കെ ഇവരും പ്രചരിപ്പിച്ചു. ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഉസ്മാന്റെ കാലഘട്ടമായ 30 വർഷം കഴിഞ്ഞു, ഒരു ജനറേഷൻ മാറി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ. നേർക്ക് നേരെ നബിയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച കുറെ ആളുകളൊക്കെ പോയി, പുതിയ ആളുകൾ വന്നു. മാത്രമല്ല ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വലിയ പ്രചാരണം കിട്ടി. ഒരുപാട് പുതിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു. അവർക്ക് ഇസ്ലാമിന്റെ പൂർവ്വ ചരിത്രം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവര് അത് പെട്ടെന്ന് അതിൽ വീടുപോയി. അങ്ങനെയാണ് ഈ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു സബന് അനുയായികൾ ഉണ്ടാകുന്നത്. ഒരുപാട് പുതിയ വാദങ്ങളിൽ ഈ ഷിയായിസം എന്ന് പറയുന്ന ഷീഅത്തു അലി എന്ന പേരിന് അലി റളിയല്ലാഹുവിന് വേണ്ടിയിട്ടാണ് ഇവര് എല്ലാ സപ്പോർട്ടും ചെയ്തിരുന്നത്. അലി റളിയല്ലാഹുവിനാണ് ഭരിക്കേണ്ടത്, അലി റളിയല്ലാഹു വസിയാണ്, അലി റളിയല്ലാഹുവിനാണ് നബിയുടെ ഏറ്റവും അടുത്ത കുടുംബം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മുമ്പത്തെ ഈ പാരമ്പര്യ വിശ്വാസത്തിലുള്ള ആളുകൾക്ക് വേഗത അത് അംഗീകരിക്കാൻ പ്രയാസം തോന്നുമല്ലോ. ക്രൈസ്തവ മതത്തിലാണെങ്കിലും അവിടെ ഈ പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ അപ്പോസ്തലന്മാരൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് ഇതുപോലെയാണ്. ഇങ്ങനെ പുതിയ കുറെ വാദങ്ങൾ. ഒന്ന് ഹുലൂൽ എന്ന് പറയും, അതെ അവതാരം. ഈ പ്രവാചകന്മാര് അല്ലെങ്കിൽ ഇവരുടെ ഇമാമുകളൊക്കെ മറ്റുള്ളവരിലൂടെ അവതരിക്കാം എന്ന് ഇവർ പ്രചരിപ്പിച്ചു ഷിയാക്കൾ. അതുപോലെ തന്നെ പുനർജന്മം, രണ്ടാമത് വീണ്ടും അവർ
ജനിച്ചു വരും എന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിലുള്ള എല്ലാ ഫിത്തനകളുടെയും കൂടെ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ തമ്മിലുണ്ടായ 2 യുദ്ധങ്ങളാണ് ജമൽ യുദ്ധവും സഫീൻ യുദ്ധവും. ഒരു ഭാഗത്ത് ആയിഷയും ഒരു ഭാഗത്ത് അലിയൊക്കെ ആയിട്ട് നടന്ന യുദ്ധം. ഈ യുദ്ധങ്ങളിലൊക്കെ പിന്നെ ചില തെറ്റിദ്ധാരണകൾ മുഖേന ഉണ്ടായതാണ്. ഈ ജമൽ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് 2 കൂട്ടരും കൂടി ചർച്ച നടത്തിയിട്ട് യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഈ അബ്ദുല്ലാഹി ബിൻ സബൂർ ടീം ചെയ്തെന്താന്ന് വെച്ചാൽ 2 ഭാഗത്തും കുറച്ച് ആളുകൾ പോയി നമ്മൾ യുദ്ധം തുടങ്ങി. 2 പേരാളുകളാണ് അബ്ദുല്ലാഹി ബിൻ സബൂറിന്റെ ആളുകൾ, അലി അള്ളാഹുവിന്റെ ഭാഗത്തും ആയിഷ അള്ളാഹുവിന്റെ ഭാഗത്തും. അങ്ങനെ നേരത്തെ നേതാക്കന്മാരെ യുദ്ധം വേണ്ടാന്ന് തീരുമാനിച്ചത് പിറ്റേ ദിവസം യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നത് ഈ നേതാക്കന്മാരുടെ അറിവോടുകൂടിയല്ല, ഈ അബ്ദുല്ലാഹി ബിൻ സബൂറിന്റെയും ടീമിന്റെയും വളരെ കുൽസിതമായ ഈ ശ്രമം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതുകൊണ്ടാണ് ആ യുദ്ധം ഉണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഷിയാക്കളിലെ ഏറ്റവും വലിയ ഇവർ മുന്നോട്ട് വെച്ച ഒരു ഇത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വസീ എന്നുള്ള ചിന്താഗതി, അതുപോലെ തന്നെ ഇമാമത്ത്. യഥാർത്ഥത്തിൽ ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകൻ പിന്നെ ഖലീഫ എങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ കൂടിയാലോചിച്ച് അവർക്ക് പിന്നെ ഏറ്റവും തെക്കുവയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉത്തമനായ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പൊതുതത്വം. പക്ഷെ ഇവരത് വിട്ടിട്ട് വസിയത്തിലൂടെയാണ് അത് പിന്നെ ഖലീഫ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട ആളുകൾ ഉണ്ടാകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നു. അലി അള്ളാഹുവിനെയാണ് നബി വസിയാക്കിയിട്ടുള്ളത്. അലി അള്ളാഹുവിന് കഴിഞ്ഞവൻ ഹസനാണ് മകൻ, പിന്നെ ഹുസൈനാണ്, പിന്നെ അത് കഴിഞ്ഞ അവരുടെ മകൻ അലി ബിൻ സൈനുൽ ആബിദീനാണ്. അങ്ങനെ അവർ കുറെ 12 ഇമാമിയങ്ങളുണ്ട്. ഈ ഇമാമിയങ്ങളാണ് സമൂഹത്തെ നയിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഇമാമിയങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ മഅ്സൂമുകളാണ്, പാപം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചത്, ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. മാത്രമല്ല ഷിയാക്കളുടെ വളരെ വിചിത്രമായ ഒരുപാട് വാദങ്ങളുണ്ട്. ഒന്ന്, ഈ അള്ളാഹു ജിബ്രീലിനെ വഹീയുമായി പറഞ്ഞയച്ചപ്പോൾ അത് അലിയുടെ അടുത്തേക്കായിരുന്നു വഹീയുമായി പറഞ്ഞയച്ചത്. പക്ഷെ ജിബ്രീലിന് ആള് മാറിപ്പോയിട്ട് മുഹമ്മദിന് കൊടുക്കുകയുണ്ടായത്. അഷ്ബഹു ഖുറാബി ബിൽ ഖുറാ, അലിയും അതേപോലെ തന്നെ നബിയും 2 കാക്കകളെ പോലെ നമുക്ക് തിരിച്ചറിയാം. ഒരു കാക്ക പോയി വേറെ കാക്ക വന്ന ഏത് കാക്ക നമുക്ക് തിരിച്ചറിയില്ല. ഇതുപോലെ സാദൃശ്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് ജിബ്രീലിന് മാറിപ്പോയതാണ്. അതുകൊണ്ട് ജിബ്രീലിനായിരുന്നു വഹി കിട്ടേണ്ടത്, അത് തെറ്റി നബിക്ക് കിട്ടിയതാണ് എന്നൊക്കെയാണ് ഈ ഷിയാക്കൾ പ്രചരിപ്പിച്ചത്. ഷിയാക്കളുടെ വിശ്വാസം അതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഖുർആൻ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഖുർആൻ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഈ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിരുന്നു, അതിൽ 10,000-കണക്കിന് ആയത്തുകൾ അത് ക്രോഡീകരിച്ചപ്പോ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നാണ് ഷിയാക്കളുടെ വാദം. പ്രത്യേകിച്ച് അലി റളിയല്ലാഹുവിന്റെ വിലായത്തുമായി പറയപ്പെടുന്ന അലി റളിയല്ലാഹുവിന്റെ വസിയാണ്, അലി റളിയല്ലാഹുവിനാണ് പിന്നെ നബിക്ക് ശേഷം ഖലീഫയാകേണ്ടത് എന്നൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയതാണ് അബൂബക്കറും ഉമറൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഖുർആനെ ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല, ഖുർആൻ എന്നാണ് നിനക്ക് അംഗീകരിക്കുന്നില്ല. അവരുടെ ഖുർആനിൽ കൂടി നിലവിലുള്ള നമ്മുടെ ഖുർആനേക്കാൾ 3-4 ഇരട്ടി ആയത്തുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ ഖുർആൻ എവിടെയെന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ തമാശയാണ്. അത് നബിക്ക് ഇറങ്ങിയ അലി റളിയല്ലാഹുവിന്റെ അടുത്തായിരുന്നു. ആ ഖുർആൻ പിന്നെ ഫാത്തിമ സൂക്ഷിച്ചു, പിന്നെ ഹസനും ഹുസൈനും പിന്നെ അവരുടെ മൂസൽക്കാദിം അടക്കമുള്ള ഇമാമികളുടെ കയ്യിലായിരുന്നു. അവസാനത്തെ ഇമാം മഹ്ദി, 12ാമത്തെ ഇമാമുണ്ട് മഹ്ദി. ഇപ്പൊ മഹ്ദിയുടെ കയ്യിലാണ്. മഹ്ദി 10ാമത്തെ വയസ്സിലൊരു കാട്ടിലെ ഗുഹക്കകത്ത് പോയതാണ്. ഇനി പിന്നെ അവസാന നാളിൽ അദ്ദേഹം തിരിച്ചു വരും, അപ്പ ഖുർആനുമായി വരും എന്നൊക്കെയാണ് ഇപ്പോഴും ഷിയാക്കളുടെ ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ അവർ പറയുന്നതും അവർ വിശ്വസിക്കുന്നത്. അതേസമയം നമ്മുടെ കയ്യിലുള്ള ഖുർആനിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യാൻ, അവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂറത്ത് സാഫാത്തിലെ 130ാമത്തെ ആയത്ത് സലാമുൻ അലാ ഇല്യാസീൻ എന്ന് ഇല്യാസീൻ പ്രവാചകന്റെ പേര് പറയുന്നു. അതിൽ ഷിയാക്കൾ ആ ആയത്ത് വായിക്കുന്ന
സലാമുൻ അലാ അലി യാസീൻ. അലി എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. ഇല്യാസീൻ എന്ന് അബൂബക്കറും ഉമറും പാടെ ആക്കിയതാണ് എന്നാണ് ഷിയാക്കളുടെ വാദം. ഇതേപോലെ ഒരുപാട് വാദങ്ങളുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നത്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത പറയാനാണ് അവർ വ്യാഖ്യാനിച്ചത്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അവർ ജിബ്തിലും താഗൂത്തിലും അഥവാ ദൈവ അവരുടെ അള്ളാഹു അല്ലാത്ത ചില ശക്തികളിൽ അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ജിബിത്തിന് അവർ അർത്ഥം കൊടുത്തത് ഐ അബൂബക്കർ എന്നാണ്. താബൂത്ത് പറഞ്ഞ ഐ ഉമർ എന്നാണ്. ഖുർആൻ സൂറത്ത് ബഖറയിൽ അള്ളാഹ് ഒരു പശുവിനെ അറക്കാൻ നിർദ്ദേശിച്ചല്ലോ. അതിന് ആ ബക്കറൊക്കെ അർത്ഥം പറയുന്നത് അവിടെ ആയിഷയുടെ. ആയിഷ ബീബിനി തീരെ കണ്ടുകൂടാ. അബൂബക്കർ കാണാത്ത കണ്ടുകൂടാത്ത പോലെ തന്നെ ഷിയാക്കൾക്ക് ആയിഷ ബീബിയും കണ്ടുകൂടാ. പിന്നെ എല്ലാ ഖുർആനിലെ എല്ലാ ആയത്തിനും രണ്ട് തരം അർത്ഥങ്ങൾ. ഒന്ന് ലാഹിറായ അർത്ഥം, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷാപരമായ. പിന്നെ ഒരു ബാത്തിനായ അർത്ഥമുണ്ട്, അത് ഇമാമികൾക്ക് അതുപോലെ ഇമാമിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. എന്നിട്ട് അവർ വ്യാഖ്യാനിക്കുന്നത് എന്നുള്ള പിന്നെ ആയത്തിനെ അവർ വ്യാഖ്യാനിക്കുന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. പിന്നെ അതിൽ എന്ന് പറഞ്ഞാൽ അലിയാണ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഹസനാണ്. പിന്നെ അതുപോലെ തന്നെ വൈത്തായത് കുടുംബ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിന്റെ പിന്നെ അലി കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അള്ളാഹ് നിങ്ങൾക്ക് വിരോധിക്കുന്നു. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ അബൂബക്കർ, മുൻകർ എന്ന് പറഞ്ഞാൽ ഉമർ, ബഗി എന്ന് പറഞ്ഞാൽ ആയിഷയാണ്. ഇതാണ് പിന്നെ അവരുടെ തഫ്സീറുകളിൽ അവരെ എഴുതി രേഖപ്പെടുത്തി വെച്ചത്. അത്രമാത്രം സഹാബിമാരെയൊക്കെ മോശമായി കാണുന്ന, സഹാബിമാരെ ആരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഷിയാക്കൾ. എല്ലാ സഹാബിമാരും അവരുടെ ഔദ്യോഗിക കിതാബിൽ പറയുന്നത് കാനന്നാസു അതിലൊന്നില്ല ബാദ വഫാത്തിന് നബി മരിച്ചപ്പോ എല്ലാ സഹാബികളും മുർത്തദികളായി മാറി. ഇല്ലാ സലാസ, മൂന്നാളുകളൊക്കെ, മിഖ്താദ് ബിൻ അസ്വദ്, അബൂദർ ഗഫാരി, സൽമാൻ ഫാരിസ്, ഈ മൂന്ന് ആളുകളൊഴികെ ബാക്കിയുള്ളവരൊക്കെ മുർത്തദികളായി, അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ട് അവരാരെയും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഷിയാക്കളുടെ വാദം. ആരെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹ് പറഞ്ഞത് അള്ളാഹ് സഹാബിമാരെ മുഴുവൻ തൃപ്തിപ്പെട്ട് കഴിഞ്ഞു, അവര് അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞതാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് പറഞ്ഞ് പ്രവാചകൻ 10 സഹാബിമാരുടെ പേരെണ്ണി പറഞ്ഞിട്ടുണ്ട്. അവര് അഷത്തുൽ മുബശ്ശിരീൻ, ഇവരൊക്കെ നരകത്തിലാണ്, അലി ഒഴികെ എന്നാണ് ഈ ഷിയാക്കളുടെ വാദം. മാത്രമല്ല അബൂബക്കറും ഉമറും ഇഷ്ടപ്പെടുന്നവർ കാഫിറാണ്. അബൂബക്കറും ഉമറും ഒക്കെ സഹാബിയാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയും അവരെ ഇഷ്ടപ്പെടുന്നവർ പോലും കാഫിറാണ്, കാഫിറാണ്. ഇത് ആരുടെ വാദം? ഇത് ഇന്ന് ഉള്ള പിന്നെ നമ്മുടെ ഖുമൈനി എഴുതിയ ആയത്തുല്ലാ ഖുമൈനി എന്ന് പറയുന്ന ഇറാന്റെ നേതാവ് എഴുതിയ പുസ്തകത്തിൽ പോലും ഈ സഹാബിമാരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നും ഷിയാക്കളുടെ ഔദ്യോഗികമായ വാദം എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് സലാത്തുണ്ട്. ഷിയാക്കളുടെ സലാത്ത് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്താണെന്നറിയോ? അല്ലാഹു സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അവരുടെ ബാക്കിയുള്ള സലാത്ത് വൽ അൻസനമൈ ഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികളിൽ 2 വിഗ്രഹത്തെ നീ ശപിക്കണമേ. ആ 2 വിഗ്രഹം എന്നറിയോ? അബൂബക്കർ ഉമർ. വജിബ്തൈഹിമ, അവരുടെ 2 വേറെ ജിബ്തുകളെ, ഇപ്പൊ താവൂത്തൈഹിമ, അവരുടെ താവൂത്തുകളെ. ഇതൊക്കെ ജിബ്ത് താവൂത്ത് എന്ന് പറയുന്നത് ബഹുദൈവ ശക്തികളാണല്ലോ. ഇതൊക്കെ ഇവരെയൊക്കെ കുറിച്ച് പറയുന്നത് പിന്നെ അവർ ശപിക്കണമെന്ന് അവരുടെ സ്വലാത്തിലുള്ളത്. അപ്പൊ ഇബിനത്തെയും അവരുടെ 2 മക്കളെയും, അഥവാ ആയിഷയെയും ഹഫ്സയും, അബൂബക്കറുടെ മകൾ ആയിഷയും ഉമറുടെ ഹഫ്സയും അള്ളാഹുവിനെ ശപിക്കണമെന്ന അവരുടെ സ്വലാത്ത്. അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ തുടങ്ങിയിട്ട് പിന്നെ പറയുന്നത് വൽ അൻസനമൈ ഖുറൈശ് വജിബ്തൈഹിമ വതാഊതൈഹിമ വബിനത്തൈഹിമ. അത്രമാത്രം സഹാബിമാരെയും അതുപോലെ തന്നെ പ്രവാചകന്റെ ഭാര്യമാരെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്നത്, ശപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ചില ആളുകൾ ഇപ്പോഴും
പിന്നെ മദീനയില് പ്രവാചകന്റെ ഖബർ സന്ദർശിക്കാൻ ചെന്നാല് ഖബർ സന്ദർശിക്കൂലത്രേ. മാറി എന്ന് പറയും, ലൗലാ സാഹിബാക്കൽ സൂനാക്ക, പ്രവാചക താങ്കളുടെ അടുത്ത് കിടക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ, അബൂബക്കറും ഉമറും, അവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ അവർക്ക് സന്ദർശിക്കുമായിരുന്നു, അവരിലൂടെ ഞങ്ങൾക്ക് വരുന്നില്ല എന്ന് പറയുന്നവരാണ് ഷിയാക്കള്. ആശൂറ ദിനത്തില് ചില സ്ഥലങ്ങളില് നായയുടെ കഴുത്തിൽ അബൂബക്കറിന്റെ പേരിട്ടിട്ട് ഇങ്ങനെ നഗരപ്രദക്ഷിണം നടത്തുന്നു. എന്നിട്ട് അവസാനം നായ തട്ടിക്കൊള്ളു. ആട്ടുകുട്ടിയുടെ കഴുത്തില് ആയിഷ എന്ന് പേരിട്ടിട്ട് ആട്ടുകുട്ടിയെ നഗരപ്രദക്ഷിണം നടത്തിയിട്ട് അവസാനം അങ്ങോട്ട് കയറുന്നു. അതിപ്പോഴും ഷിയാക്കൾ നടത്തുന്ന ചില ആചാരങ്ങളാണ്. അവർക്ക് ഷഹാദത്ത് എന്താണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞിട്ട് ഷഹാദത്ത്. ഈ ഷഹാദത്ത് ഇപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ലണ്ടനിലെ ഷിയായിസത്തിലേക്ക് വന്ന ഒരാൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഷഹാദത്താണ്. അയാളെ ഇസ്ലാമാക്കുകയാണ്. അയാൾ ചൊല്ലിക്കൊടുക്കുന്ന ഷഹാദത്ത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതൊക്കെ. അത് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന അബൂബക്കറ വ ഉമറ, അതും അല്ലാഹ്, അബൂബക്കറും ഉമറും അള്ളാന്റെ ശത്രുവാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണം. വഅഷ്ഹദു അന്ന ആയിഷത ഫിന്നാർ, ആയിഷ നരകത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും പറഞ്ഞാലാണ് അവരെ ഷഹാദത്ത്. നമ്മുടെ ഇസ്ലാം 5 കാര്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്നൊരു ഹദീസ് ഉണ്ട്. ഇതിന് ഇവരും ഒരു വ്യാജ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പാരഡി ആയിട്ട് എന്ന് പറയാം. ബുനിയൽ ഇസ്ലാം ഒല ഹംസം തന്നെ തുടങ്ങുന്നത്. പക്ഷെ ഓല 5 എന്തൊക്കെയുണ്ട്? ഷഹാദത്തില്ല. ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നില്ല. അവരുടെ 5 സ്വലാത്ത് ഉണ്ട്, നിസ്കാരമുണ്ട്, സിയാം നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. അത് കഴിഞ്ഞ പിന്നെ വിലായത്താണ്. അതായത് അള്ളാഹു ചില ആളുകൾക്ക് വിലായത്ത് നൽകിയിട്ടുണ്ട്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, അവരാണ് ഖലീഫമാരാകേണ്ടത്, അലി വലിയാണ്, വസിയാണ് എന്നുള്ള ഈ വിലായത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഓല ഷഹാദത്തിന്റെ ഒരു റുക്കിന് എന്ന് പറയുന്നത്. ഈ ഇമാമത്ത് വാദം ഇതും ഇവരിലെ വലിയ ഒരു എന്താ പറയാ, വളരെ ശക്തമായി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ വിലായത്ത് അംഗീകരിക്കാത്തവരെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താ പറയുക? കാഫിറാണ്, വാലിൽ വഴിപടച്ചവനാണ്, നരകത്തിൽ എന്നും കിടക്കേണ്ടവനാണ്, അതിന് അർഹത ഉള്ളവനാണ് എന്നാണ് ഷിയാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ ഇമാമിയങ്ങൾ, 12 ഇമാമിയങ്ങൾ ഉണ്ടല്ലോ. ഈ ഇമാമിയങ്ങളെ കുറിച്ച് അവർക്ക് വിശ്വാസം എന്താ അറിയും? ആ ഇമാമിയങ്ങള് നബിമാരെക്കാളും മലക്കുകളെക്കാളും ശ്രേഷ്ഠരാണ്. ഈ കാര്യം നമ്മുടെ കുമൈനി എഴുതിയ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ എന്നുള്ള പുസ്തകത്തിൽ പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എവിടെ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ അറബി ഭാഷ എങ്ങനെയാണ്? മദ്ഹബിനാണ്, നമ്മുടെ മദ്ഹബിന്റെ അഥവാ ഷീഈ മദ്ഹബിന്റെ ഷിയായിസത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ടതാണ് അന്നലി അഇമ്മത്തിന, നമ്മളുടെ ഇമാമിയങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. മഖാമൻ മഹ്മൂദ, അത്യുന്നതമായ സ്ഥാനമാണ് നമ്മുടെ ഇമാമുകൾക്ക് ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ മദ്ഹബിന്റെ ബേസാണ്. എത്രമാത്രം വലിയ സ്ഥാനാണെന്ന് അറിയില്ല. ആ പദവിയിലേക്ക് എത്തുകയില്ല മലക്കുൽ മുഖറബുൻ, മുഖറബായ മലക്കും എത്തുകയില്ല. വലാ നബിയ്യുൻ മുർസലുൻ, അയക്കപ്പെട്ട നബിമാരും എത്തുകയില്ല. അവ നബിമാർക്കും മലക്കുകൾക്കും ഇല്ലാത്ത പദവിയാണ് ഞങ്ങളുടെ ഇമാമിയങ്ങൾക്കുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങളുടെ ബേസ് എന്നാണ് ഷിയായിസത്തിന്റെ ഒരു ആദർശം. മറ്റൊന്ന് തഖിയ എന്നൊരു ആദർശം അവർക്കുണ്ട്. തഖിയ എന്ന് പറഞ്ഞാൽ ശരിക്കും നിഫാഖ് എന്നാണ്, കാപട്യം. തഖിയ സ്വീകരിക്കണം എന്നാണ് ഈ കാപട്യം. അതായത് ഒരു ഷിയ വിശ്വാസം അംഗീകരിക്കാത്ത ആളുകളുടെ അടുത്ത് ചെന്നാൽ അവരൊരിക്കലും ഷിയായി ജീവിക്കരുത്, അവരിൽ ഒരാളായിട്ട് ജീവിക്കണം, അഥവാ കപടനായി ജീവിക്കണം. എന്നിട്ട് തന്റെ ആശയം അവരിലേക്ക് പകർന്നു കൊടുക്കണം. ഇതൊരു അവരുടെ ഇബാദത്ത്, അവരുടെ ഒരു അവർ ചെയ്യേണ്ട ഒരു കർമ്മമായിട്ട് പ്രചരിപ്പിക്കണം. തഖിയ എന്നാണ് അതിൽ പറയുക. എന്നിട്ട് അതിനെ കുറിച്ച് പറഞ്ഞതാൽ
വാജിബത്തുന്ന തഖിയ വിശ്വസിക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വമൻ തറക്കഹ ഫഹുവ ബിമൻസിലത്തി താരിഖി സ്വലാം. തഖിയ സ്വീകരിക്കാത്ത ഒരാള് നിസ്കാരം ഒഴിവാക്കിയേണ്ട പദവിയിലെ സ്ഥാനത്താണ്. അപ്പൊ ഇത്രമാത്രം വികലമായ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വാസപരമായി ആദർശപരമായി ഷിയാക്കൾ എന്നുള്ളത് നമുക്കൊന്നും പല ആളുകൾക്കും അറിയാത്ത സംഗതിയാണ്. മാത്രമല്ല ഈ നമ്മുടെ ഇടയിൽ പലപ്പോഴും കേട്ടുവന്നിരുന്ന പലതരം വാദങ്ങളുണ്ടല്ലോ. ഈ അദ്വൈതവാദം, അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് പടച്ചവൻ എന്ന് ചില ഹല്ലാതൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ അതൊക്കെ ഈ ഷിയായിസത്തിൽ നിന്ന് വന്ന ഷിയാക്കളാണ്. ഇപ്പൊ ഈ സൂഫിസം എന്ന് പറയുന്നത് കൃത്യമായി അതിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആദ്യ നേതാക്കൾ പക്ക ഷിയാക്കളായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൂഫിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരും ഈ ഷിയാക്കളുടെ ഒരുപാട് വാദങ്ങളുമായി നടക്കുന്ന ആളുകളാണ്. അതിലൊന്നാണ് ഈ വഹദത്തുൽ വുജൂദ് എന്ന് പറയുന്നത്, അതായത് അദ്വൈതം, എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന, അതായത് പ്രകൃതിയിലെ ഈ പ്രപഞ്ചം കാണുന്നത് മുഴുവൻ പടച്ചോനാണ്, എല്ലാം പടച്ചോനാണ്. അങ്ങനെ എല്ലാം പടച്ചോനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല, സുബ്ഹാനി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ തന്നെ പരിശുദ്ധൻ, ഞാൻ പടച്ചോൻ തന്നെയാണ് എന്നാണ് അവരുടെ വാദം. ലാ മൗജൂദ ഇല്ലെന്ന്, അവല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് ഈ ഇവിടെയുള്ള കല്ലും സിമെന്റും കമ്പിയും എല്ലാ സാധനങ്ങളും പടച്ചോൻ തന്നെയാണ്. അപ്പൊ ഏതിനെ ആരാധിച്ചാലും പടച്ചോനെ ആരാധിക്കുന്നതിന് തുല്യാണ് എന്നുള്ള ലാ മൗജൂദ ഇല്ലെന്ന. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മാഫിൽ ജുബ്ബി ഇല്ലെന്ന, എന്റെ ജുബക്കകത്ത് മാഫിൽ ജുബ്ബത്തി ഇല്ലത, ഈ ജുബക്കകത്ത് പടച്ചോൻ തന്നെയാണ്. അതുപോലെ ഒരാളിങ്ങനെ റൊട്ടി തിന്നുമ്പോ പറഞ്ഞു ഒരു റബ്ബ് വേറെ റബ്ബിൽ നിന്നും ഒക്കെ പടച്ചോനാണല്ലോ. ഈ ഒരു വാദം, വഹദത്തുൽ വുജൂദിന്റെ വാദം, ഇതൊക്കെ ഇപ്പോൾ ഷിയാക്കളുടെ വാദമാണ്. അവർ വെച്ച് കൊടുക്കുന്നതാണ് എന്നാണ്. മാത്രമല്ല ഈ വിശ്വാസം സ്വീകരിക്കാത്ത ഷിയ അല്ലാത്ത ആളുകളൊക്കെ കൊല്ലുന്നത് പോലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇവരുടെ ഫത്വ. ഇവരുടെ മഅ്സൂമികളായ ഇമാമികളുണ്ടോ, ജഅഫർ സാദിഖ് അടക്കമുള്ള ഇമാമിങ്ങൾ നടത്തിയ ഫത്വ നാസിബീങ്ങളെ മുഴുവൻ കൊല്ലാതെ. നാസിബി എന്ന് പറഞ്ഞാൽ അലിയുള്ളാവിനെ ഭരണം കൊടുക്കേണ്ടതിന് പകരം അബൂബക്കറിനും ഉമറിനൊക്കെ ഭരണം കൊടുത്ത് അവരെ ഭരണത്തിൽ പ്രതിഷ്ഠിച്ച ആളുകളുണ്ടല്ലോ, അവരൊക്കെ നാസിബികളാണ്. അത് അംഗീകരിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മളൊക്കെ ഷിയാക്കളല്ലാത്ത ആളുകളൊക്കെ നാസിബീങ്ങളാണ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അവരുടെ ഇമാമായ ജഅഫർ സാദിഖിനോട് ഒരു ഫത്വ ചോദിക്കുന്നത്, സുഹില അബു അബ്ദുല്ലാ ജഅഫർ സാദിഖ്, ആറാമത്തെ ഇമാമാണോ അല്ലെ? അപ്പൊ അതിൽ കൊടുത്ത ഫത്വ എന്താ പറയുക, മാതാ തഖൂലു ഫീ ഖത്ലിൻ നാസിബി, ഈ നാസിബിനെ കൊല്ലുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാല ഹലാലുൻ അലൈക, അത് അനുവദനീയമാണ്. ഹലാലുൻ അലൈക ഖത്ലോ നീ വൈ ഖദർതാൻ ഉസ്കിത അലൈഹിൽ ഹായിത, വല്ല മദലും അവന്റെ മുകളിൽ വീഴ്ത്തിയിട്ട് നിനക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ കൊന്നോ. ഔ തൂരികഹു ഫിൽ മായ, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ കഴിയില്ല, അങ്ങനെ കൊന്നോ. എങ്ങനെ വന്നാലും കുഴപ്പമില്ല. മാത്രമല്ല നാസിബി നജ്സുൻ, ഈ ഷിയ അല്ലാത്ത ആൾക്കാരൊക്കെ നാസിബികളൊക്കെ നജ്സാണ്. വശർറു മിനൽ യഹൂദി വൻ നസാറ വൽ മജൂസി, യഹൂദികളെക്കാളും നസാറാക്കളെക്കാളും മജൂസികളെക്കാളൊക്കെ മോശക്കാരാണ്. വൈന്നഹും കാഫിറുൻ, ഈ നാസിബികൾ അഥവാ ഷിയാക്കളല്ലാത്തവരൊക്കെ കാഫിറുകളാണ് ഇജ്മായിലായി, ഓരോ ഇമാമികളുടെ ഇജ്മാ അനുസരിച്ച് എന്ന് വരെ പറഞ്ഞു. ഉമറുല്ലാഹുവിനെ തീരെ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഉമറുല്ലാഹുവിനെ കൊന്ന അബൂലൂലത്തിന് ജാറുണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ, ഇപ്പോഴും ഉണ്ടാ ജാറ. എന്നിട്ട് അവിടെ ആഘോഷങ്ങൾ നടത്തിക്കൊന്നുണ്ട്. ആരാ? ഉമറുല്ലാഹുവിനെ കുത്തിക്കൊന്ന ആളാണ് ഈ അബൂലൂല്. ആ അബൂലൂലിനെ ഇവര് ആരാധിക്കുകയാണ്. ക്രിസ്ത്യാനികള് ഈ യേശുവിനെ കൊന്ന ജൂദാസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചല്ലോ, അതേപോലെ തന്നെയാണ് ഇപ്പോ ഉമറുല്ലാഹുവിനെ കൊന്ന അബൂലൂലുവിന്റെ ജാറുണ്ടാക്കിയിട്ട് അയാളെ ഒരു മഹാപുരുഷനാക്കി ഷിയാക്കൾ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരെ കൊല്ലുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഷിയ ഭരണാധികാരികള് ബഷാറുൽ അസദിനെ പോലെയുള്ള സിറിയയിലെ ഭരണാധികാരിയൊക്കെ 2003 എത്ര സുന്നികളെയാണ് അഹ്ലുസുന്നയുടെ ആളുകളെ കൊല്ലുന്നത്. ഒരു മടി മനുഷ്യരെ കൊല്ലുന്നത് അവർക്ക് ഇല്ല
ഇല്ല എന്നാണ്. 10 ലക്ഷത്തോളം പേരെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോടിയിലേറെ ആളുകളെ അഭയാർത്ഥികളാക്കിയിട്ടുണ്ട്. 500-ലധികം സുന്നികളുടെ പള്ളികൾ തകർത്തിട്ടുണ്ട് ഈ ബഷാർ അസദ് എന്ന് പറയുന്ന സിറിയയിലെ ഷിയ ഭരണാധികാരി. അതുപോലെ തന്നെ ഇറാഖിൽ ഉണ്ടായിരുന്ന ഒരുപാട് മഹാന്മാരുടെ ഖബറുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇമാം നബവി, അതേപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ്, പിന്നെ അതേപോലെ തന്നെ ഇമാം മുസ്ലിം, ഇവരുടെയൊക്കെ ഖബറ് ഉണ്ടായിരുന്ന മുഴുവൻ ഇവര് തകർത്ത് കളഞ്ഞു. ഖബറ് കെട്ടിപ്പൊക്കലും ഇതും വേറെ വിഷയം. പക്ഷെ ഇവര് സുന്നികളോടുള്ള അല്ലെങ്കിൽ അഹ്ലുസുന്നയോടുള്ള ഈർഷ്യതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവരില്. എന്നോ ഇവര് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞു. ഇമാമിയ, സൈദിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങൾ, അതിൽ തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു പ്രധാന വിഭാഗമാണ് കറാമിത്തകൾ. ഈ കറാമിത്തകൾ ചെയ്ത് വലിയൊരു ദ്രോഹമുണ്ട്. ഹിജ്റ 400 അവര് മക്കയിൽ വന്നിട്ട് ഹജ്ജിന്റെ സമയത്ത് മത്താഫിൽ ഇട്ടിട്ട് തവാഫ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളാണ് കൊന്നത്. മാത്രമല്ല അവിടുന്ന് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയിട്ട് ഇറാനിലേക്ക് കട്ടുകൊണ്ടുപോയ അവിടുന്ന് എടുത്തുകൊണ്ടുപോയ സംഭവങ്ങളുണ്ട്. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹജറുൽ അസ്വദ് തിരിച്ച് കൊണ്ടുവന്നിട്ട് കഅബയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഹിജ്റ 400 സംഭവിച്ചതാണ്. ഹിജ്റ 460-ലാണല്ലോ ഈ അബ്ബാസികളുടെയൊക്കെ ഭരണം തകർന്നിട്ട് താർത്താരികൾ മുസ്ലിം ലോകത്ത് ആക്രമിക്കുന്നത്. ഈ താർത്താരികളെ ബാഗ്ദാദിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് ഈ ഹൊലോക്കോക്കാൻ എന്ന് പറയുന്ന താർത്താരി നേതാവിനൊക്കെ ബാഗ്ദാദിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ കറാമിത്തകൾ എന്ന് പറയുന്ന ഈ ഷിയാക്കളായിരുന്നു. അവിടെയുള്ള സുന്നികളെ അല്ലെങ്കിൽ അതിൽ അന്നത്തെ അവരല്ലാത്ത ആളുകളെ അഹ്ലുസുന്നയെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല ബാഗ്ദാദിൽ അന്ന് ഉള്ള ലൈബ്രറികളൊക്കെ, അന്നത്തെ പണ്ഡിതന്മാര് ഇരുന്ന് രചിച്ചിട്ടാക്കിയ ലൈബ്രറികളൊക്കെ മുഴുവൻ ചുട്ടുകരിച്ച് കടലിൽ കൊണ്ടുപോയിട്ട് കടലിലെ വെള്ളമൊക്കെ കറുത്തുപോയി എന്നാണ് ആ പിന്നെ എഴുത്ത് ബഷീറാണല്ലോ എഴുതുന്നത്. അത് കലർന്നത്. അതൊക്കെ ഈ താർത്താരികളെ കൊണ്ട് ചെയ്യിച്ചത് ഇവരായിരുന്നു എന്നാണ്, ഷിയാക്കളായിരുന്നു എന്നാണ്. മാത്രമല്ല AD 1500-ലാണ് ഈ ഇറാനില് ഷാ അബ്ദുൽ അസീസ് ഭരണത്തിൽ വരുന്നത്. ഈ ഷാ അബ്ദുൽ അസീസ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ആളുകളെ നശിപ്പിക്കാവുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അദ്ദേഹം പോർച്ചുഗീസുകാരുടെ സഹായം തേടിയിട്ട് കഅബ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സൈന്യവുമായിട്ട് പുറപ്പെട്ട ചരിത്രത്തിൽ. പക്ഷേ കടലിൽ വെച്ച് വലിയ കാറ്റും കൂടെ വന്നിട്ട് ആ സൈന്യം നശിച്ചു. അത് പടച്ചോന്റെ ഇടപെടലായിരിക്കാം. ഈ വാസ്കോ ഡി ഗാമ പോർച്ചുഗീസുകാരും മോശക്കാരനൊന്നല്ല. അവരുടെ ലക്ഷ്യം ഒരു ഹജ്ജിന് പോകുന്ന ഒരു സംഘത്തെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഒരു ഹാജിമാരുടെ കപ്പലിനെ നടുക്കടലിൽ വെച്ചിട്ട് മുക്കി കൊന്ന ആളാണ് ഈ വാസ്കോ ഡി ഗാമ എന്ന് പറയുന്നത്. ഈ പോർച്ചുഗീസുകാർ അത്രമാത്രം ഈ പോർച്ചുഗീസുകാരുടെ സഹായം തേടിയിട്ടാണ് അന്ന് ഷിയാക്കള് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് എന്നാണ്. സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധക്കാർക്കെതിരെ പോരാടിയിട്ട് പിന്നെ ഖുദ്സ് തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ്. അതിന്റെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഷിയാക്കളായ കറാമിത്തകള് സലാഹുദ്ദീൻ അയ്യൂബി കൊല്ലാൻ വേണ്ടി 4 തവണ ശ്രമം നടത്തിയതാണ്. പക്ഷെ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ അവസാനം അദ്ദേഹം ഇവർക്കെതിരെ യുദ്ധം ചെയ്ത് ഇവരെ ഒതുക്കിയിട്ടാണ് പിന്നീട് പിന്നെ ഖുദ്സ് പിടിച്ചെടുത്തിയത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഷിയാക്കൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ വളരെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ട, ആദർശപരമായി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വളരെ വികരമായ ആശയങ്ങളുമായി നടക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു ആരാധനയാണ് തഖിയ. അവരുടെ ആശയമൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റൊരു രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം എന്ന് പറയുന്ന നിഫാഖ് കാണിക്കല് ഈമാന്റെ ഭാഗമാക്കി കൊണ്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളതാണ്. ഈ ഷിയാക്കളുടെ സ്വാധീനം വളരെ നല്ല രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലുള്ള പല
രാജാക്കന്മാർ ഷിയാക്കന്മാർ തന്നെ ആയിരുന്നു പണ്ട്. ഇന്നും ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ യു പിയിലൊക്കെ പല സ്ഥലങ്ങളിലും നമുക്ക് വ്യക്തമായി കാണാം അവരുടെ ഷിയാക്കളുടെ ഒരുപാട് സ്മാരകങ്ങൾ. അതിൻ്റെതായ സ്വാധീനം കേരളത്തിലുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് ഷിയാ സ്വാധീനം വളരെ ശക്തമായിരുന്നു എന്നാണ്. ഇപ്പൊ പി ടി നാസറിനായിട്ടുള്ള ഒരു അഭിമുഖം ഞാൻ ഇതിൽ കാണാം. അദ്ദേഹം ശക്തമായി വാദിക്കുന്നത് കേരളത്തിന്റെ ആദ്യകാല സമൂഹം ഷിയാക്കളായിരുന്നു എന്നാണ്. അദ്ദേഹം അതിന് ന്യായം പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കുപ്പിപ്പാട്ട്, ഇവിടെയുള്ള പക്ഷിപ്പാട്ട്, ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതികൾ. ഇതൊക്കെ അലിറുള്ളാഹുവിന്റെ കുടുംബത്തെയും ഫാത്തിമായെയും ഒക്കെ മഹത്വപ്പെടുത്തുന്ന വസ്തുക്കളാണ്. അബൂബക്കർ ചിത്രത്തിലില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ചാറങ്ങൾ, ഇവിടെയുള്ള നേർച്ചകൾ, ഇതൊക്കെ അതിശക്തമായി ഇവിടെ നിലനിന്നിരുന്നത് ഈ ഒരു ഷിയാ സ്വാധീനം. അതിന്റെ അലയലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ KVM പത്താവൂര് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു സൂഫി അല്ലെങ്കിൽ ഈ സത്യത്തിൽ ഷിയായിസാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ലായിലാലൊക്കെ അദ്ദേഹം 3 അർത്ഥം പറയുന്നുണ്ട്. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് എല്ലാവരും പറയുന്ന അർത്ഥം, ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ ആരുമില്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ അർത്ഥം ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്തൊരു ലക്ഷ്യമില്ല. അപ്പൊ നമ്മൾ സ്വർഗം എന്നൊരു ലക്ഷ്യം നമുക്ക് വേണ്ട, നമുക്ക് അല്ലാത്തൊരു ലക്ഷ്യം മതി എന്നുള്ളതാണ്. അവസാനത്തെ മൂപ്പരുടെ ലായിലാലത്തിന്റെ അർത്ഥം പറയുന്നത് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഒന്നുകൂടല്ല. അപ്പോ നേരത്തെ പറഞ്ഞ ഈ അദ്വൈതവാദത്തിലേക്കാണ് KVM പത്താവൂര് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പുസ്തകം സമ്പൂർണ്ണ മനുഷ്യൻ എന്നുള്ള ആ പുസ്തകത്തില്. അപ്പൊ ഇത് പറയുമ്പോൾ പറയും എന്ത് പെണ്ണാക്കാണ് അല്ല. അപ്പൊ അതിന് തന്നെ അദ്ദേഹം പറയുന്നത് ആ പെണ്ണാക്ക അല്ലയാണ് എന്ന് തന്നെ രീതിയിൽ അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അത്രമാത്രം ഈ ഷിയാക്കളുടെ ഈ പിഴച്ച വാദങ്ങള് സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വഹി ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. വഹി വരാൻ ഇവരുടെ ഇമാമിയങ്ങൾക്ക് എപ്പോഴും വഹി കിട്ടും. ആ ഇമാമിയങ്ങൾക്ക് മരണമല്ല, ഇമാമിയങ്ങൾ അപ്രത്യക്ഷമാവേ ഉള്ളൂ. അവര് ഏത് സമയത്തും തിരിച്ചു വരാം എന്നുള്ളതൊക്കെയാണ് മറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങൾ, മുഹറം ഒരു നെഹ്സിന്റെ മാസാണ് എന്നുള്ളത് എവിടുന്ന് വന്നതാണ്? ഇത് ഷിയാക്കളിൽ നിന്ന് വന്നതാണ്, യാതൊരു സംശയമില്ലത്. ഷിയാക്കളാണ് അത് പ്രത്യേകിച്ച് കർബലയുമായി ബന്ധപ്പെട്ടിട്ട് അവരാണ് പ്രചരിപ്പിച്ചത്. ഈ ആ മാസം നെഹ്സിന്റെ മാസാണ്. കുത്രാത്തീബ്, യാ അലി യാ അലി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഈ സംഗതികളൊക്കെ ഷിയാക്കളിൽ നിന്ന് വന്ന സംഗതികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ലോകത്ത് ആഗോളതലത്തിലുള്ള ഷിയായിസം സുത്ത ഹംസീന എന്ന് പറഞ്ഞിട്ട് 50 കൊല്ലത്തെ പ്ലാനുമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗം എത്രയോ വർഷങ്ങൾ പിന്നിട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഓപ്പറേഷനുകൾ. അതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഷിയാക്കളല്ലാതെയും കൊല്ലപ്പെടുന്നത്. ബഹുഭൂരിഭാഗം എവിടെ ബോംബിട്ടാലും എവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അതൊക്കെ അഹ്ലുസുന്നയുടെ സുന്നികളാണ് ബഹുഭൂരിഭാഗവും കൊല്ലപ്പെടുന്നത് എന്നുള്ളത് അതിന്റെ ശരിക്കും മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ. ഇവരുടെ വിശ്വാസപരമായിട്ട് പടച്ചോന് പോലും തെറ്റ് പറ്റ, പടച്ചോൻ പോലും പലതും തിരുത്തുന്നൊക്കെയാണ്. അതിന് ബദാ എന്ന് പറയാം. ബദാ എന്നത് പടച്ചോന്, അതായത് പടച്ചോൻ തെറ്റുപറ്റും, പടച്ചോനെ തിരുത്തും. എന്നാൽ ഇമാമിയങ്ങൾക്ക് തെറ്റുപറ്റൂല. മാത്രമല്ല ഈ ദീൻ മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ ഇമാമിയങ്ങളുടെ കയ്യിലാണ്. ഇന്ന ദുനിയാബി ഇതിൽ ഇമാം ഓലെ ഈ 12 ഇമാമിയങ്ങളുടെ കയ്യിലാണ് ഈ ലോകം മുഴുവൻ. അവർ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് അതിനെ കൊണ്ടുപോയി വെക്കും. ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കുമെന്ന് ഒരു ഹദീസും അംഗീകരിക്കുന്നില്ല. കാരണം സഹാബിമാരെ മുഴുവൻ തള്ളുകയാണല്ലോ. ഒരു ഹദീസും അംഗീകരിക്കുന്നില്ല. പിന്നെ ഇവരുടെ ഹദീസ് പറഞ്ഞിട്ട് ഇവരെ കാഫി എന്ന് പറഞ്ഞിട്ട് അവരെ സ്വഹീഹ് ബുഖാരി പോലെ അവരെ കൊണ്ടുനടക്കുന്ന ഒരു ഹദീസ് ഗ്രന്ഥമാണ്. ആ ഹദീസ് ഗ്രന്ഥത്തിലുള്ളതൊക്കെ ഇവർ ഇമാമികൾ പറഞ്ഞതാണ്. കാല അബു അബ്ദുള്ള എന്ന് പറയുന്നത് ഇവരുടെ 6ാമത്തെ ഇമാമ് ജഅഫർ സാദിഖ് പറഞ്ഞതാണ്. ഓലെ റിവായത്തുകളാണ് ഇമാമികൾ പറഞ്ഞാൽ വരെ ഹദീസ് പറയുന്നത്. അതന്നെ വ്യാജ ഹദീസുകൾ 100% വ്യാജമാണ്. റസൂലിലേക്ക് ഒന്നും എത്തുന്നില്ല. ബൈബിള് അപ്പോസ്തലന്മാർ എഴുതിയത് മത്തായിയും യോഹന്നാനും സുവിശേഷവും കേട്ട് എഴുതിയതാണ്. എന്നിട്ടാണത് ഈസാ നബിയുടെ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ നടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് സത്യത്തില്
ഷിയാക്കൾക്ക് ഹദീസ് പറയുന്നത് അവർ നബിയിലേക്ക് എത്തുന്ന ഒരു സനതുമില്ല, നബി പറഞ്ഞു എന്നുള്ളതില്ല, ഒക്കെ അവരുടെ ഇമാമികൾ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മിനിറ്റില്ലേ? അവസാനത്തെ വാക്ക് അലിയുള്ളവര് പറഞ്ഞു അത്രേ, അനല്ലവര് വല്ല ആശയം പടച്ചോ പറഞ്ഞതൊക്കെ അലിയുള്ളവര് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ വിശ്വാസപരമായി ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ഇന്നും അവർ അതിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷിയായിസത്തെ നമ്മൾ കരുതിയിരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.